കേരളത്തിൽ ദിവസം പോകുന്തോറും ചൂട് കൂടിക്കൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റുള്ള മരണവും പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. ഈ പാമ്പ് കടി ഏറ്റാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യമായി ശ്രദ്ധിക്കാനുള്ളത് പാനിക് ആവാതിരിക്കുക, ടെൻഷൻ ആകാതിരിക്കുക. ടെൻഷൻ ആകുന്ന പക്ഷം നമ്മളുടെ ഹൃദയമിടിപ്പ് സ്വാഭാവികമായും കൂടാനും അതുവഴി വിഷം നമ്മളുടെ ശരീരത്തിലേക്ക് മൊത്തത്തിൽ വ്യാപിക്കാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഒരിക്കലും പാമ്പുകടി ഏറ്റ ഭാഗം ടൈറ്റായി കെട്ടിവെക്കരുത്. അങ്ങനെ ടൈറ്റായി കെട്ടിവെക്കുന്ന പക്ഷം ആ ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും നെക്രോസിസ് ഉണ്ടാവാനുള്ള ചാൻസും, അതായത് ആ ഏരിയയിലുള്ള കോശങ്ങൾ നശിച്ചു പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഈ പാമ്പുകടി ഏറ്റ ഭാഗം ഒരു കമ്പിയോ ഒരു തടിക്കഷ്ണമോ എന്തെങ്കിലും വെച്ച് ഒരു സ്പ്ലിന്റ് രൂപത്തിലാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ അധികം അനങ്ങാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കാൻ സഹായിക്കും. ഈ കടിച്ച പാമ്പിനെ പുറകെ ഓടി അതിനെ അടിച്ചു കൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഇല്ല. പറ്റുന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാൽ ഉപകാരമായിരിക്കും. ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, കടിച്ചത് കയ്യിൽ, പാമ്പ് കടി ഏറ്റത് കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ കയ്യിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വാച്ചും വളയും മോതിരം ഒക്കെ ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഊരി മാറ്റാൻ ശ്രമിക്കുക. കാരണം ചില പാമ്പിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ ആ ഭാഗം നീര് വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നീര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഊരി മാറ്റാൻ പ്രയാസമായിരിക്കും. പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം എത്രയും പെട്ടെന്ന് രോഗിയെ ASV ആന്റി സ്നേക്ക് വെനമുള്ള തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. രോഗിയെ പാമ്പ് കടിയേറ്റ ഭാഗം അധികം അനങ്ങാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് ASV ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട.